Dear students, welcome back to Region PSK Tele classes. In the last section, we discussed the liquefaction of gas. ഒരു ഗ്യാസിന് നമ്മൾ എങ്ങനെ ലിക്വിഫൈ ചെയ്യും? അപ്പോൾ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് എന്താണ്? ഡിഫറെൻറ്റ് ഗ്യാസിന് നമ്മൾ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ആ ലിക്വിഫാക്ഷൻ ഓർഡർ എന്താണ്? അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു ഗ്യാസിന് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ടു എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിച്ച് ഈസ് കോൾഡ് ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് ഗ്യാസിന് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും, ലോവറിങ് ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ദി കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ്. നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കണം, ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി കുറയും ആണല്ലോ. ദെൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് കുറഞ്ഞ് ആ മോളിക്യൂൾസിനിടയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ദ ഗ്യാസ് വിൽ ബിക്കം ലിക്വിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നൊരു ഫാക്ടർ പറഞ്ഞു, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഈ ലിക്വിഫാക്ഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഒരു ടേം പറഞ്ഞു എ. ഓക്കെ, അപ്പോൾ എ ആക്ച്വലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എ ഡിപ്പെൻഡ് ചെയ്യുക. ഇഫ് ദ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻക്രീസസ്, A also increases. That is, higher the attraction, more will be the value of A. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിൽ വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അട്രാക്ഷനെ കുറിച്ച് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഓർഡറും നോക്കിയതാണ് ആണല്ലോ. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടി എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? ക്രിട്ടിക്കൽ പ്രഷറിന് എന്ത് സംഭവിക്കും നമ്മൾ മനസ്സിലാക്കണം. എ ഇൻക്രീസ് ചെയ്യുന്നു വിചാരിക്കാം, ഹയർ ദ വാല്യൂ ഓഫ് എ കൂടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എ കൂടാൻ കാരണം എന്താണ്? മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെന്ന് അർത്ഥം. അങ്ങനെ എ കൂടുതലാണെങ്കിൽ വി ക്യാൻ സേ ദ ഗ്യാസ് ഈസ് വെരി ഈസി ടു ലിക്വിഫൈ. നമുക്ക് ഗ്യാസിന് വളരെ പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് അതിന് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന പ്രഷർ കുറവാണ്. ഓക്കെ, അപ്പോൾ എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലിക്വിഫൈ ചെയ്യേണ്ടി വരുന്ന പ്രഷർ, ദാറ്റ് ഇസ് ആ ഗ്യാസിന് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന പ്രഷർ കുറയും. നമുക്ക് വേണമെങ്കിൽ അതിനെ ലിക്വിഫാക്ഷൻ പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, ദ പ്രഷർ റിക്വയർഡ് ടു ലിക്വിഫൈ ദ ഗ്യാസ് ഇസ് നോൺ ആസ് ലിക്വിഫാക്ഷൻ പ്രഷർ. അപ്പോൾ എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ലിക്വിഫാക്ഷൻ പ്രഷർ കുറയും, ടെമ്പറേച്ചർ increase ചെയ്യും. That is, if the value of A is somewhat higher, then the gas can be liquefied even at high temperature. നമുക്ക് ഹൈ ടെമ്പറേച്ചർ വെച്ച് തന്നെ ഗ്യാസിന് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം ലിക്വിഫാക്ഷൻ ഈസിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി all this, that is liquefaction pressure as well as the critical temperature basically depends upon the value of A. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ഓക്കെ, ഇനോട്ട് ഗ്യാസസ് ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ഈ ഗ്യാസിന് നമ്മൾ ലിക്വിഫാക്ഷൻ പ്രഷറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു വിചാരിക്കാം. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദീസ് ഗ്യാസസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ലിക്വിഫാക്ഷൻ പ്രഷർ. ലിക്വിഫാക്ഷൻ പ്രഷറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ലിക്വിഫാക്ഷൻ പ്രഷർ ആയാലും ശരി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയാലും ശരി, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ എ. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ ഓർഡറിലാണ് ഈ പറഞ്ഞ ഗ്യാസസിന് അറേഞ്ച് ചെയ്യേണ്ടത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ഇതൊക്കെ നോൺ പോളർ ആണെന്ന് അറിയാം നമുക്ക്. ഈ രണ്ട് നോൺ പോളർ സബ്സ്റ്റൻസിന് ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിച്ചു. ഓർക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഹീലിയം, നിയോൺ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നോൺ പോളർ ആണ്. രണ്ട് ഡിഫറെൻറ്റ് നോൺ പോളർ സബ്സ്റ്റൻസിന് ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. സോ ഓൾ ദീസ് ഗ്യാസസ് ആർ ഹാവിങ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അപ്പോൾ ഹീലിയത്തിനകത്തുള്ളത് വാൻ ഡെർ വാൾസ് ഫോഴ്സ്, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. സോ ഓൾ ദീസ് 4 ഗ്യാസസ് ആർ ഹാവിങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അപ്പോൾ നമ്മളിനി അറേഞ്ച് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആൾക്കാരുടെ വാൻ ഡെർ വാൾസ് ഫോഴ്സിൻ്റെ സ്ട്രെങ്തിൻ്റെ ഓർഡറിലാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും സൈസ് ഇൻക്രീസ് ചെയ്യും നമുക്കറിയാം. ഓക്കെ, ഹീലിയം വളരെ ചെറുതാണ്, ലെഫ്റ്റ് നിന്ന് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് നമ്മുടെ ഗ്രൂപ്പിൽ മേളിയും താഴേക്ക് വരുന്നതനുസരിച്ച് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബിഗസ്റ്റ് ആറ്റം ക്രിപ്റ്റോൺ, സ്മോളസ്റ്റ് ആറ്റം ആരാണ്? ഹീലിയം. വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്താൽ സൈസ് കൂടുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് മാസ് കൂടുന്നതനുസരിച്ച് ഈ മോളിക്യൂൾസിനിടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്, ദാറ്റ് ഇസ് വാൻ ഡെർ വാൾസ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടും.
അപ്പോൾ നമുക്ക് എയുടെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ if we are arranging these gas in the increasing order of A, it will be helium less than neon less than argon less than krypton. Okay, അപ്പോൾ highest value of A ആർക്കാണുള്ള krypton ആണ്, since the mass is very high for krypton. ഹീലിയത്തിൻ്റെ സൈസ് വളരെ കുറവാണ്. അപ്പോൾ കുഞ്ഞു സൈസ് ഉണ്ടെങ്കിൽ രണ്ട് കുഞ്ഞു മോളിക്യൂൾ, രണ്ട് കുഞ്ഞു ഹീലിയത്തിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സും രണ്ട് വലിയ ക്രിപ്റ്റോണിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സും കമ്പയർ ചെയ്താൽ സിൻസ് മാസ് ഇസ് ഹൈ ഇടയ്ക്കിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആവും. അപ്പോൾ ഹയസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്രിപ്റ്റോണിലും വീക്കസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹീലിയത്തിലുമാണ്. അപ്പോൾ നമുക്കറിയാം എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലിക്വിഫാക്ഷൻ പ്രഷർ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഈ പറഞ്ഞ 4 പേരിലും ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ഏതാ? It is krypton. Since the attractive force is very strong in krypton, it can be liquefied very easily by applying a very less pressure. Okay? അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് ലിക്വിഫാക്ഷൻ ഈസി ആവും. ദാറ്റ് ഈസ് ലോ പ്രഷറിൽ തന്നെ കുറച്ച് പ്രഷർ മെല്ലെ അമർത്തി കൊടുത്ത് പ്ലസ് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ തന്നെ ഗ്യാസ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ലിക്വിഫാക്ഷൻ ക്യാൻ ബി ഡൺ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ലിക്വിഫാക്ഷൻ പ്രഷർ ഏറ്റവും കുറഞ്ഞ ആർക്കാ? ക്രിപ്റ്റൺ. So if you are arranging these gas in the order of liquefaction pressure will be very high for helium, neon, argon, krypton. So liquefaction pressure will be least in the case of krypton, highest will be in the case of helium. നമ്മൾ ഈ 4 പേരെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അറേഞ്ച് ദീസ് ഗ്യാസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ വെരി ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആരാ? ക്രിപ്റ്റൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിപ്റ്റണിനെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. പറഞ്ഞ ടേം മനസ്സിലായല്ലോ. ലിക്വിഫാക്ഷൻ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും കൺഫ്യൂസ് ആയി പോരുത്. ലിക്വിഫാക്ഷൻ ഈസി ആകുന്നു എന്ന് പറഞ്ഞാൽ ലിക്വിഫാക്ഷൻ പ്രഷർ കുറയണു എന്നാണ്. ദാറ്റ് ഈസ് മെല്ലെ ഒന്ന് പ്രഷർ കൊടുത്താൽ മതി, ഗ്യാസ് പെട്ടെന്ന് ലിക്വിഡായിട്ട് മാറും. ലിക്വിഫാക്ഷൻ ഈസി ആയിട്ട് മാറണമെന്ന് പറഞ്ഞാൽ ദ ലിക്വിഫാക്ഷൻ പ്രോസസ് ക്യാൻ ബി ഡൺ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതിനെ നല്ലോണം തണുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ലിക്വിഡ് ദാറ്റ് ഇസ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലിക്വിഫാക്ഷൻ ഈസി മീൻസ് ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിൽ ബി ഹൈ. ലിക്വിഫാക്ഷൻ ഈസി എന്ന് പറഞ്ഞാൽ ലിക്വിഫാക്ഷൻ പ്രഷർ ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ പ്രഷർ വളരെ കുറവായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഓർഡർ എഴുതുകയാണെങ്കിൽ ഹീലിയത്തിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കൂൾ ഹീലിയം അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിൽ ബി വെരി ലെസ് ഇൻ ദ കേസ് ഓഫ് ഹീലിയം, നിയോൺ, ആർഗൺ ആൻഡ് ക്രിപ്റ്റൺ. ഓക്കെ, സാധാരണ നീറ്റിനും ജെഇക്കൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറേ സബ്സ്റ്റൻസസ് കൊടുത്തിട്ട് ഒന്നുകിൽ എയിൻ്റെ ഓർഡറിൽ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ പ്രഷറിൻ്റെ ഓർഡറിൽ എഴുതാൻ പറയാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ഓർഡർ എഴുതാൻ പറയാം. ഇനി ഇവിടെ വരാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ആൾക്കാരെ ബോയിലിംഗ് പോയിൻ്റ് ഓർഡറിൽ എഴുതാനും പറയാം. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, arrange these things or these gas in the increasing order of boiling point. Actually boiling point depends upon the intermolecular force of attraction. അത് നിങ്ങൾ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും. ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ. ദാറ്റ് ഈസ് 100 ഡിഗ്രി ആവും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. 100 ഡിഗ്രി സെൽഷ്യസ് ആവാനുള്ള കാരണം വാട്ടറിനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ സ്ട്രോങ്ങർ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോയിലിംഗ് ഇതിന് നിങ്ങൾ അങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ഇറ്റ് ഈസ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ 2 ഗ്യാസ് മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർക്കിടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ തന്നെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇവൻ എന്ത് ചെയ്യണം? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകണം. അങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആണെങ്കിൽ നിങ്ങൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ടെമ്പറേച്ചറും കൂടും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളതിൻ്റെ ആപ്ലിക്കേഷനാണ്. സാധാരണ ഇതിൽ ചോദിച്ച് കാണുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറേ ഗ്യാസ് കൊടുത്തിട്ട് അതിനെ ഓർഡർ ഓഫ് എയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെയോ ലിക്വിഫാക്ഷൻ പ്രഷറിൻ്റെയോ ബോയിലിംഗ് പോയിൻ്റെയോ ഒക്കെ ഓർഡറിൽ എഴുതാൻ പറയാം. ക്ലിയർ ആയല്ലോ? ശരി. ദെൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നൗ വി ഹാവ് എൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഒരു ഗ്യാസിന് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടീഷൻ അറിയാം. ഐഡിയൽ ഗ്യാസ് എന്ന് പറയണമെങ്കിൽ ആ ഗ്യാസ് കൈനറ്റിക് തിയറി പറയുന്ന എല്ലാ പോയിൻറ്റ്സും ഒബേ ചെയ്യണം, അത് സാറ്റിസ്ഫൈ ചെയ്യണം.
ആണല്ലോ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ആ രണ്ട് ഒരു ഫോൾട്ടി അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജിബിളി സ്മോൾ ആണ്. ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ദീസ് 2 പോയിന്റ്സ് ആർ ഓൾസോ കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ്. ഇപ്പോൾ ഒരു ഗ്യാസ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജിബിളി സ്മോളും ആയിരിക്കും. ക്ലിയർ ആണല്ലോ. നമ്മളൊരു ഐഡിയൽ ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ പോവാ. ഓക്കെ, വി ഹാവ് ടു ലിക്വിഫൈ എൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ അതിനെന്തൊക്കെ കണ്ടീഷൻസ് വേണമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൗ ക്യാൻ വി ലിക്വിഫൈ ഐഡിയൽ ഗ്യാസ്? അപ്പോൾ നമ്മളൊരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒരു മിനിമം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഈ പറഞ്ഞ ഗ്യാസിന് ഐഡിയൽ ഗ്യാസിനെ ഒരു മിനിമം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും. ഇപ്പോൾ പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അങ്ങനെ കുറയുന്നതനുസരിച്ച് അവർക്കിടയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യണം. ഈ പറഞ്ഞ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്ന ശേഷം അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഐഡിയൽ ഗ്യാസിന് നിങ്ങൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, സപ്പോസ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. കൊണ്ടുവന്നിട്ട് നിങ്ങൾ ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടി ഹൈ പ്രഷർ അപ്ലൈ ചെയ്യില്ലേ അല്ലേ? അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അടുത്ത് ക്ലോസ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്താലല്ലേ ആ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ അല്ലേ? പക്ഷേ ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ദർ ഈസ് നോ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് ഇൻ്ററാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്ന് അവർക്കൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യണ്ടേ? ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു ഫിനോമിന നടക്കുക ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾ എത്ര ലോ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് എത്ര ഹൈ പ്രഷർ അപ്ലൈ ചെയ്താലും ഐഡിയൽ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ഓക്കെ, ഒരു ഐഡിയൽ ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. സിൻസ് ദർ ഈസ് നോ ഇൻറ്ററാക്ഷൻ ഓർ നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഈ പഠിച്ച ലിക്വിഫാക്ഷൻ പ്രോസസ് എല്ലാം it is applicable only in the case of real gases. It is not applicable. No real ideal gases can be liquefied. Okay, ideal gasന് liquefaction process ഇല്ല എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ 3 ക്രിട്ടിക്കൽ ഫിനോമിനാസും പറഞ്ഞിട്ടുണ്ട്, ഓർക്കണേ. ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം. ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം, ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഫിനോമിനാസിൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തത് ആൻഡ്രൂസ് എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പീരിമെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ഹി ഡൺ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, വാട്ട് ഹി ഡിഡ് ഇസ് ഹി സ്റ്റഡീഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഈ 3 ടേംസിൻ്റെയും 3 വേരിയബിൾസിൻ്റെയും റിലേഷൻ സ്റ്റഡി ചെയ്തിട്ട് ഒരു എക്സ്പീരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പീരിമെൻറ്റിൻ്റെ റിസൾട്ട് ഒരു ഗ്രാഫിൽ പുള്ളിക്കാരൻ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രൂസിൻ്റെ എക്സ്പീരിമെൻ്റ് എന്തായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിമെൻ്റ് നടത്തി എന്തൊക്കെ സംഭവിച്ചത്? ഹി സ്റ്റഡീഡ് ദ റിലേഷൻ ഓഫ് പ്രഷർ ആൻഡ് വോളിയം അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിൽ ഇപ്പോൾ T1 എന്ന ടെമ്പറേച്ചറിൽ പ്രഷർ മാറ്റി പിൻ്റെയും വിൻ്റെയും വേരിയേഷൻ നോക്കിയിട്ടുണ്ട്. T2 എന്ന ടെമ്പറേച്ചറിലും ഇതുപോലെ വേരിയേഷൻ ഓഫ് പ്രഷർ ആൻഡ് വോളിയം നോക്കി. T3, അപ്പോൾ ജസ്റ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വോളിയം വേരിയേഷൻ സ്റ്റഡി ചെയ്ത് ആ സ്റ്റഡീൻ്റെ റിസൾട്ടിനെ ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ആൻഡ്രൂസിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. അങ്ങനെ വരച്ച ഗ്രാഫിന് നമ്മളൊരു പേര് പറയും. ദാറ്റ് ഈസ് സെയിം ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയം തമ്മിൽ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിനൊരു പേര് പറയും. എന്താണ്? ഐസോത്തോം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ അറ്റ് സെയിം ടെമ്പറേച്ചർ. അടുത്ത് വീണ്ടും ഒരു ഐസോത്തോം വന്നു. അപ്പോൾ കുറേ ഐസോത്തോംസിനെ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ PV പ്രഷർ വോളിയം റിലേഷൻ സ്റ്റഡി ചെയ്ത് ആ സ്റ്റഡീസിൻ്റെ റിസൾട്ടിനെ ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യണം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഗ്രാഫ് ആക്ച്വലി വരയ്ക്കുന്നത് പ്രഷർ വേഴ്സസ് വോളിയമാണ്, PV ഗ്രാഫാണ്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കും. ഇപ്പോൾ സെയിം ഗ്രാഫിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള PV പ്ലോട്ട് ഉണ്ട്. നമ്മളിതിനെ എന്താ വിളിക്കുക? ഐസോത്തോം. ഇപ്പോൾ കുറേ ഐസോത്തോംസിന് ഒരു സെയിം ഗ്രാഫിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, ആൻഡ്രൂസ് ഐസോത്തോം ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ,
ഇപ്പോൾ ആക്ച്വലി പുള്ളിക്കാരൻ എക്സ്പെരിമെൻറ്റ് ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആൻഡ്രൂസ് ഐസോത്തോം ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഗ്രാഫ് എന്ന് വരയ്ക്കാം. ഇറ്റ് ഈസ് സിംപ്ലി എ PV plot. So in this graph, pressure is plotted against volume. Clear? അപ്പോൾ നമ്മൾ PV ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യാൻ പോകാം കേട്ടോ. So these are different pressure volume graph drawn at different temperature. Okay, ഇത് ഒരു പ്രഷർ വോളിയം ഗ്രാഫാണ്, ഇത് വേറൊരു പ്രഷർ വോളിയം ഗ്രാഫാണ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ദിസ് ഈസ് ഓൾസോ എ പ്രഷർ വോളിയം ഗ്രാഫ്. പിന്നെ 1, 2, 3, 4, 5 ഇവിടെ ഞാൻ 5 PV ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലോട്ടിനെയും നമ്മൾ എന്താ വിളിക്കാം, ഓരോ പ്ലോട്ടും ഓരോ ഐസോതേംസ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഐസോതേം ഡ്രോൺ അറ്റ് 13.1 degrees Celsius. Okay, the next one is 21.5 degrees Celsius, and this is the graph drawn at 30.98 degrees Celsius. This is 31.5 degree and so on. Okay, അപ്പോൾ 1, 2 ഇപ്പോൾ ഓരോന്നിനും നമ്മൾ എന്താ വിളിക്കണം, ഓരോ ഐസോതേംസ് എന്ന് വിളിക്കും. ഫസ്റ്റ് ഐസോതേം ദാറ്റ് ഈസ് ആദ്യത്തെ ഐസോതേം കണ്ടില്ലേ, ഐസോതേമിന് ഞാൻ ഒരു ഇത് കൊടുത്തു, ഐസോതേം A, B, C, D. Okay, A, B, C, D എന്ന ഐസോതേം. It is the isotherm at 13.1 degree. ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ വോളിയം വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. ഓക്കെ, another one is let it be F, G, H. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അതെന്താണ്, ആൻഡ്രൂസ് ഐസോതേം ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. ഈച്ച് പ്ലോട്ട് ഓരോന്നും ഓരോ ഗ്രാഫാണ്, ഓരോന്നിനെയും നമ്മൾ ഐസോതേം എന്നാണ് വിളിക്കുന്നത്. ഈച്ച് പ്ലോട്ട് ഈസ് നോൺ ആസ് ഐസോതേം. അപ്പോൾ ഫസ്റ്റ് ഐസോതേം ദാറ്റ് ഈസ് ഐസോതേം അറ്റ് 13.1 degrees Celsius നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഐസോതേമിന് നമ്മൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും, ഇറ്റ് ഹാസ് എ 3 different part or 3 distinguishable part. Okay, the isotherm at 13.1 degrees Celsius has 3 different parts. നോക്കിക്കോ, A നിന്ന് B വരെ വന്നു, B, C, C, D, ഇതാണ് 3 different parts. ഓക്കെ, A നിന്ന് Bയിലേക്ക് ദാറ്റ് ഈസ് A to B എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിക്കോ. ഗ്രാഫ് താഴെ നിന്ന് മേളിലേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഞാൻ ആ ഗ്രാഫ് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇഫ് ദ ഗ്രാഫ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം A to B, A നിന്ന് Bയിലേക്ക് വരുമ്പോൾ ഗ്രാഫ് മേളിലേക്ക് പോകുന്നുണ്ട്, ദാറ്റ് ഈസ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിംഗ്ലി വോളിയം നല്ലോണം കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ A നിന്ന് Bയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതാണ് പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. വോളിയം കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്ന ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം, ഇറ്റ് ഈസ് ഗ്യാസ്. അപ്പോൾ മനസ്സിലായി, വോളിയം ഡിക്രീസസ് also pressure increases. That means A മുതൽ B വരെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ആസ് ഗ്യാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് A മുതൽ B വരെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ along AB കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ആസ് ഗ്യാസ് നമ്മൾ പഠിച്ചതാ. Okay, that is pressure increase ചെയ്യുന്നുണ്ട്, വോളിയം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എ ഗ്യാസ് അലോങ് A to B. A മുതൽ B വരെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. B എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിക്കോ. ഇപ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്, അറ്റ് ദ പോയിന്റ് B ദാറ്റ് ഈസ് വോളിയം സഡൻലി ഡിക്രീസസ് ടു C. അപ്പോൾ B മുതൽ C വരെ എത്തുമ്പോൾ എന്ത് സംഭവിക്കണം നമ്മൾ നോക്കുന്നത്. A മുതൽ B വരെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം ഇങ്ങനെ മെല്ലെ കുറഞ്ഞു വന്നുള്ളൂ. ദെൻ B എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, സഡൻലി വോളിയം ചേഞ്ചസ് ടു C. പെട്ടെന്ന് എന്ത് ചെയ്തു, വോളിയം വല്ലാണ്ടും കുറഞ്ഞു, പക്ഷേ പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്.
മനസ്സിലായാലോ? കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ? അറ്റ് സി വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പ്രഷർ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ വോളിയം സഡൻലി ഫോൾസസ്, പെട്ടെന്ന് വോളിയം വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുമായിരുന്നു. പ്രഷർ ഇൻക്രീസ് വരുന്നതനുസരിച്ച് വോളിയം മെല്ലെ കുറഞ്ഞു വന്നു. ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തിയപ്പോൾ എന്താ സംഭവിച്ചു? ഈ വോളിയം വല്ലാണ്ടാൻ കുറഞ്ഞു പോയി. ദാറ്റ് ഈസ് വോളിയം കുറയണമെങ്കിൽ, ഇങ്ങനെ ഇരിക്കുന്ന ആളിന് വോളിയം കുറയണമെങ്കിൽ ദാറ്റ് മീൻസ് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറയണം, വേണമല്ലോ. ദാറ്റ് മീൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് വോളിയം പെട്ടെന്ന് കുറയും. ഓക്കെ ആണല്ലോ, മനസ്സിലാവേണ്ട? അപ്പോൾ അറ്റ് ബി without any change in pressure, the volume of carbon dioxide suddenly falls. That means carbon dioxide becomes liquid. That is, the gaseous carbon dioxide becomes liquid at the point B. Okay? And that process continues to C. B മുതൽ C വരെ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ മെല്ലെ ഗ്യാസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ? ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. Along BC, pressure of the gas remains constant. That means along BC, gaseous carbon dioxide plus liquid carbon dioxide exist in equilibrium. അപ്പോൾ രണ്ട് സ്റ്റേറ്റും ഉണ്ട്, രണ്ടുപേരും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് എല്ലാ ഗ്യാസിൻ്റെയും ലിക്വിഡിൻ്റെ എമൗണ്ട് സെയിം ആണ്. ആൻഡ് ദ പോർഷൻ ബി സി റെപ്രസെൻറ്റ്സ് ദ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്. കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായിട്ട് മാറുന്നു എന്ന് കാണിക്കുന്ന പോർഷനാണ് ബി മുതൽ സി വരെ. അപ്പോൾ എ മുതൽ ബി വരെ എന്തായിരുന്നു? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. ബി മുതൽ സി വരെ കാർബൺ ഡയോക്സൈഡ് ലിക്വിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അവിടെ കാർബൺ ഡയോക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ സി കഴിഞ്ഞ ശേഷം നമ്മൾ എത്ര ഹൈ പ്രഷറിലേക്ക് പോയാലും, പ്രഷർ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം വോളിയം ചേഞ്ച് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ഗ്രാഫ് ഈസ് ഓൾമോസ്റ്റ് പാരലൽ ടു y ആക്സിസ് ആണ്. കണ്ടപ്പോൾ മനസ്സിലായില്ലേ? സി ഡി ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നമുക്ക് ഓൾമോസ്റ്റ് പാരലൽ എന്ന് പറയാം. ദാറ്റ് മീൻസ് വോളിയം ചേഞ്ച് കാര്യമായിട്ട് സംഭവിക്കുന്നില്ല. എത്ര പ്രഷർ ഹൈ ആയാലും വോളിയം ചേഞ്ച് വലുതായിട്ടില്ല. ദാറ്റ് മീൻസ് ഹിയർ കാർബൺ ഡയോക്സൈഡ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ എത്ര കംപ്രസ് ചെയ്താലും വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് അത് ലിക്വിഡ് സ്റ്റേറ്റിലാവണം എന്ന് മനസ്സിലായി. നിങ്ങൾ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം നല്ലോണം കുറയും. സിൻസ് ദർ ഈസ് നോ കൺസിഡറബിൾ ചേഞ്ച് ഇൻ വോളിയം വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ, ദാറ്റ് മീൻസ് കാർബൺ ഡയോക്സൈഡ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം along CD. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ along AB it exists as a gas. Along BC liquefaction starts. That is, liquefaction happening. That means carbon dioxide exists in both gaseous and liquid form along BC. After that is along CD, carbon dioxide exists only in the form of liquid. Okay? അപ്പോൾ here carbon dioxide exists in the form of gas plus liquid. Here it exists only in the form of gas. Here it exists in liquid state. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ഐസോതേർം എ ബി സി ഡി നടക്കുന്ന പ്രോസസ്സ്. ക്ലിയർ ആണല്ലോ? ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ബിയിൽ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ബി മുതൽ സി വരെ ലിക്വിഫാക്ഷൻ നടന്നു. നമ്മൾ അടുത്ത ഐസോതേർം നോക്കാൻ പോവാം. ഐസോതേർം FgHI. ഇവിടെ നടന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് അടുത്ത ഐസോതേർമിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് എഫ് മുതൽ ജി വരെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം കുറയുന്നു. ദാറ്റ് മീൻസ് കാർബൺ ഡയോക്സൈഡ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഗ്യാസ് എലോങ് FG. ഓക്കെ? ജിയിലെത്തുമ്പോൾ എന്താ സംഭവിച്ചു? സഡൻലി വോളിയം ചേഞ്ചസ്, വോളിയം ഫോൾസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പ്രഷർ. ദാറ്റ് മീൻസ് അവിടെ ലിക്വിഫാക്ഷൻ നടന്നു. എലോങ് GH, ജി മുതൽ എച്ച് വരെ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യും, ഗേഷ്യസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ? ആഫ്റ്റർ H, ദാറ്റ് ഈസ് അലോങ് HI, ഇറ്റ് എക്സിസ്റ്റ് ഓൺ ദി ഫോം ഓഫ് ലിക്വിഡ്. ഓക്കെ? അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞത്? ഐസോതേർം FgHI ഓൾസോ ഷോസ് ദ സെയിം ബിഹേവിയർ ആസ് ദാറ്റ് ഓഫ് ABCD. പക്ഷേ ഒന്ന് രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ലിക്വിഡായിട്ട് മാറിയത് ഈ പ്രഷറിലല്ലേ? കണ്ടല്ലോ അല്ലേ? BC എന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ലിക്വിഫാക്ഷൻ നടന്ന പ്രോസസ്സ്, ആ പ്രോസസ്സ് നടന്നത് പ്രഷർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഹിയർ. അപ്പോൾ ഈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ ടെമ്പറേച്ചർ 21.5 ഡിഗ്രിയാണ്, കുറച്ച് ഹയർ ടെമ്പറേച്ചറാണ്. ദാറ്റ് മീൻസ് ഇവിടെ വന്നപ്പോഴല്ലേ ലിക്വിഫാക്ഷൻ നടന്നത്? ദാറ്റ് ഈസ് ലിക്വിഫാക്ഷൻ ഹാപ്പൻസ് അറ്റ് ദിസ് ഇസ് P1, ലെറ്റ് ഇറ്റ് ബി P2. Okay? It is a pressure where carbon dioxide becomes a liquid. Okay? P2, it is a pressure at which carbon dioxide becomes liquid.
when the temperature of the gas is 21.5 degree. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ലിക്വിഫാക്ഷൻ നടന്നു, ബട്ട് ദാറ്റ് ലിക്വിഫാക്ഷൻ ഹാപ്പൻസ് അറ്റ് സംവോട്ട് ഹയർ പ്രഷർ. അപ്പോൾ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ലോ പ്രഷറിൽ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്ത പ്രഷറിനേക്കാളും ഹൈ പ്രഷർ വേണം ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായിട്ട് മാറാൻ. ഒരു ഡിഫറൻസ്. അപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ലിക്വിഫാക്ഷൻ ഹാപ്പൻസ് അറ്റ് സംവോട്ട് ഹൈ പ്രഷർ. ഒരു ഡിഫറൻസ് കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. BC എന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റിനേക്കാളും കുറച്ചുകൂടെ ഷോർട്ടനാണ് GH എന്ന പോർഷൻ. ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ BCൻ്റെ ലെങ്തിനേക്കാളും ചെറുതല്ലേ GHൻ്റെ ലെങ്ത്? ദിസ് ഹൊറിസോണ്ടൽ പോർഷൻ BC, ആ BC നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ഗീവ്സ് എൻ ഐഡിയ അബൌട്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഗ്യാസ് ലിക്വിഫൈഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എടുത്തിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ എടുത്ത 10 ലിറ്ററിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായിട്ട് മാറുന്നു എന്ന് നമുക്ക് ഈ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പോർഷൻ നോക്കിയാൽ മനസ്സിലാവും. ഹൊറിസോണ്ടൽ പോർഷന് ലെങ്ത് കുറയണു എന്ന് പറഞ്ഞാൽ എടുത്ത കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഇസ് ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡിൽ ലിക്വിഡായിട്ട് മാറുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അമൗണ്ട് കുറവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദ ഹൊറിസോണ്ടൽ പോർഷൻ റെപ്രസെൻറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് ലിക്വിഫൈഡ്. അപ്പോൾ BCനേക്കാളും ലെങ്ത് GHന് കുറയണു എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ ലിക്വിഡായിട്ട് മാറി. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, the percentage of gas that is liquefied at high temperature is less as compared to low temperature. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രഷറും കൂടും. 2, ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഗ്യാസിൻ്റെ അമൗണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ സംഭവിച്ച കാര്യം മനസ്സിലായല്ലോ. ലിക്വിഫാക്ഷൻ നടക്കുന്ന ഹൈ പ്രഷറിലാണ്. ഓക്കെ, ആ ടെമ്പറേച്ചറിൽ നമ്മൾ ലിക്വിഫൈ ചെയ്യുമ്പോൾ ലിക്വിഡായിട്ട് മാറുന്ന ഗ്യാസിൻ്റെ പെർസെൻറ്റേജും കുറയും. ക്ലിയർ ആയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ 21.5 ഡിഗ്രി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് സെയിം ബിഹേവിയർ ആണ്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കി. ഇനി ഈ ഹൊറിസോണ്ടൽ പോർഷൻ നോക്കിക്കോ. ഈ ഹൊറിസോണ്ടൽ പോർഷനിൽ ഗ്യാസും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? യു ക്യാൻ സീ ബോത്ത് ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് അലോങ് BC അലോങ് GH. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റും കാണാൻ പറ്റും, ലിക്വിഡ് സ്റ്റേറ്റും കാണാൻ പറ്റും. ബോത്ത് ആർ അറ്റ് ഇക്വിലിബ്രിയം. രണ്ടുപേരും ഒരേ ഇക്വിലിബ്രിയം എന്താണ് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും. തൽക്കാലം നിങ്ങൾ ആ ടേം ഓർത്തോളൂ. ഗ്യാസ് ആൻഡ് ലിക്വിഡ് ആർ ഇക്വിലിബ്രിയം അലോങ് BC ആസ് വെൽ ആസ് GH. ആ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഈ പ്രഷർ നമ്മളൊരു പേര് പറയും, വേപ്പർ പ്രഷർ. അപ്പോൾ അതൊന്ന് ഓർത്തോളൂ കേട്ടോ. വേപ്പർ പ്രഷർ എന്താണ്? വേപ്പർ പ്രഷർ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബി നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക. ദ പ്രഷർ കറസ്പോണ്ടിങ് ടു ദ ഹൊറിസോണ്ടൽ പോർഷൻ. ഈ ഹൊറിസോണ്ടൽ പോർഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് ആർ അറ്റ് ഇക്വിലിബ്രിയം ആൻഡ് ദ പ്രഷർ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് നോൺ എസ് വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് ലിക്വിഡ്. അപ്പോൾ 13.1 ഡിഗ്രിയിൽ കാർബൺ ഡയോക്സൈഡ് വേപ്പർ പ്രഷർ P1 ആണ്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് ചെയ്തു? വേപ്പർ പ്രഷറും കൂടി. ഓക്കെ, ഈ ടേം നമ്മൾ വേപ്പർ പ്രഷർ പഠിക്കുമ്പോൾ ഇത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ഈ ടേം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇതാണ് സംഭവം. ഇനി നമ്മൾ അടുത്ത ഐസോതെർമിലേക്ക് പോവാണ്. 30.98. If we are considering that isotherm corresponding to 30.98 degrees Celsius, there is no portion or there is no horizontal portion in the graph. നമ്മൾ പറഞ്ഞു ഈ ഹൊറിസോണ്ടൽ പോർഷനാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗ്യാസിന് ലിക്വിഫാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പോർഷനാണ്. പക്ഷേ 30.98 എന്ന ഐസോതെർം എടുത്ത് നോക്കിയാൽ ദർ ഇസ് നോ ഹൊറിസോണ്ടൽ പോർഷൻ. ഇപ്പോൾ ഹൊറിസോണ്ടൽ പോർഷൻ ഇല്ലെങ്കിൽ എന്ന് മനസ്സിലായി? ലിക്വിഡും ഗ്യാസും ഇക്വിലിബ്രിയത്തിലല്ല, ദാറ്റ് ഈസ് ലിക്വിഫാക്ഷൻ നടക്കുന്നില്ല എന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ isotherm, that is, if you are considering the isotherm 30.98, there is no horizontal portion. That means no liquefaction happens at this temperature. കാർബൺ ഡയോക്സൈഡ് നമുക്ക് 30.98 വെച്ചിട്ട് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും, ദാറ്റ് ഈസ് ഇങ്ങനൊരു പോയിന്റ്. ഞാൻ അതിനെ P എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ഐസോതെർമിൻ്റെ ഈ പീക്കിലെ പോയിന്റ്. ഓക്കെ, ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ. Point of inflation, P, or it is also known as critical point. Okay, അപ്പോൾ Pക്ക് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓർ ക്രിട്ടിക്കൽ പോയിന്റ്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഈ പൊസിഷൻസിലെല്ലാം ഗ്യാസ് ആണ്. ഓക്കെ,
ഈ ഹൊറിസോണ്ടൽ പോർഷൻ വരുന്ന പോർഷനിൽ ഗ്യാസ് കൊണ്ട് ലിക്വിഡ് ഉണ്ടെന്ന് പറയാം. ഈ പോർഷനിലൊക്കെ എന്താണ് ലിക്വിഡ് ഉള്ളത്. അപ്പോൾ ദിസ് പോർഷൻ കറസ്പോണ്ട്സ് ടു ലിക്വിഡ്, ദിസ് പോർഷൻ കറസ്പോണ്ട്സ് ടു ഗ്യാസ്, ദിസ് പോർഷൻ കറസ്പോണ്ട്സ് ടു ബോത്ത് ഗ്യാസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ലിക്വിഡും ഗ്യാസും സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ലിക്വിഡാണ്, അതിന് പുറത്ത് അതിൻ്റെ തന്നെ വേപ്പർ ഉണ്ടാവും. നിങ്ങൾ ഇവോപ്പറേഷൻ എന്നൊരു ഫിനോമിന പഠിച്ചിട്ടുണ്ടാവും. ഇഫ് യു ആർ ടേക്കിംഗ് എ ലിക്വിഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ, ആ ലിക്വിഡിൻ്റെ സർഫസിന് മേളിൽ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് വേപ്പർ, കുറച്ച് വേപ്പർ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇത് വേപ്പറാണ് ഇത് ലിക്വിഡാണെന്ന് തിരിച്ചറിയുന്നത് ഈ ലിക്വിഡിൻ്റെ ഈ ബൗണ്ടറി വെച്ചിട്ടാണ്. നമ്മളതിൻ്റെ ഒരു പേര് പറയും മെനിസ്കസ്. ഒരു ഗ്ലാസ്സിലോ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒക്കെ നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ വാട്ടറിൻ്റെ ആ ബൗണ്ടറിക്ക് ഒരു പേര് പറയും, എന്താണ്? മെനിസ്കസ്. ഓക്കെ, അപ്പോൾ ഈ മെനിസ്കസ് ആണ് ഗേഷ്യസ് സ്റ്റേറ്റിനെയും ലിക്വിഡ് സ്റ്റേറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദിസ് മെനിസ്കസ് സെപ്പറേറ്റ്സ് ഗേഷ്യസ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ലിക്വിഡ് സ്റ്റേറ്റ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇവിടെ നോക്കിക്കോ, ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എത്തിയപ്പോൾ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റ് ആണോ ലിക്വിഡ് സ്റ്റേറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റാണ് അറ്റ് ദിസ് പോയിന്റ്. ദാറ്റ് മീൻസ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഡിസപ്പിയർ ചെയ്യും. ഈ മെനിസ്കസ് എന്ന സാധനം ഇല്ലാണ്ടാവും. എപ്പോഴാ? ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എത്തുമ്പോൾ. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ആ സെപ്പറേഷൻ ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കുക? ലിക്വിഡ് ഏതാണ് ഗ്യാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാണ്ട് വരും. ദാറ്റ് മീൻസ് ബോത്ത് ദ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഹാവ് ദ സെയിം പ്രോപ്പർട്ടീസ്. അവർക്ക് രണ്ടുപേർക്കും ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പോയിന്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി. അപ്പോൾ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ ദ സെപ്പറേഷൻ between the gas and liquid, that is meniscus, disappearing. As a result, the liquid state as well as gaseous state have identical properties. അവർക്ക് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഐസോതേർമിൽ നമ്മളെന്ത് പറഞ്ഞു? ലിക്വിഫാക്ഷനോ ഇൻഡിക്കേഷൻ ഇല്ല, ലിക്വിഫാക്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓൺലി ബിലോ 30.98, ഈ 30.98 എന്ന ടെമ്പറേച്ചർ താഴെ വച്ച് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ എന്ത് വിളിക്കാം? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് അറൌണ്ട് 31 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ above 31 degrees Celsius carbon dioxide cannot be liquefied. It can be liquefied only below 31 degrees Celsius. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിച്ചു? ഇറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു? ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ആ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ, ആ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ ഈസ് കോൾഡ് critical pressure, PC. നമ്മൾ പഠിച്ചിട്ടുണ്ട് PC, TC. Okay, so the pressure corresponding to the critical point is called critical pressure, and volume corresponding to that critical point is called critical volume. Okay, the temperature corresponding to this critical point is called critical temperature, and that isotherm corresponding to that temperature is called critical isotherm. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫിനോമിനാസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയത്. ഏത് ടെമ്പറേച്ചർ താഴെ വെച്ചിട്ടാണ് ഒരു ഗ്യാസിന് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ ടെമ്പറേച്ചർ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും. അതിൽ കറസ്പോണ്ടിങ് പ്രഷർ ക്രിട്ടിക്കൽ പ്രഷർ, കറസ്പോണ്ടിങ് വോളിയം ക്രിട്ടിക്കൽ വോളിയം. ഓക്കെ, ആ കറസ്പോണ്ടിങ് ഐസോതേർമിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഐസോതേർം. അപ്പോൾ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഐസോതേർംസ്. അപ്പോൾ ഇതെന്താണ്? ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ വോളിയം റിലേഷന് ആൻഡ്രൂസ് റെപ്രസെൻറ്റ് ചെയ്ത ഗ്രാഫാണ്. ഇറ്റ് ഇസ് നോൺ ആസ് ആൻഡ്രൂസ് ഐസോതേർം ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും, ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ ലിക്വിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് ഇസ് പ്രഷർ കൂട്ടിയിട്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരുന്ന പ്രഷറും കൂടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രഷർ ടെമ്പറേച്ചർ കുറയുന്നുണ്ടോ അത്രത്തോളം ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രഷറും കുറയും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു അനദർ പോർഷൻ. അപ്പോൾ ഇത് നമ്മൾ ലിക്വിഫാക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കുന്ന ഒരു ടേമാണ്, ദാറ്റ് ഈസ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ജൂൾ തോംസൺ ഇഫക്റ്റ്. ഇപ്പോൾ ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് വിചാരിക്കാം. Suppose we have a container in which a gas is taken
ഓക്കെ, ദസ് ഗ്യാസ് ഈസ് നൗ അറ്റ് ഹൈ പ്രഷർ. വളരെ ഹൈ പ്രഷർ, നല്ലോണം കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസാണ്. ഓക്കെ, ഈ ഗ്യാസിനെ ഞാനൊരു നാരോ ഓപ്പണിംഗ് വഴി ഒരു ലാർജ് വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ഒരു കണക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. വളരെ വളരെ നാരോ ആയിട്ടുള്ള കണക്ടറാണ്. കണക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യിച്ചു. ദാറ്റ് ഈസ് ഹൈലി കംപ്രസ്ഡ് ഗ്യാസിനെ ഒരു നാരോ ഓപ്പണിംഗ് വഴി ഒരു ലാർജ് വോളിയത്തിലേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്യിച്ചു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യിച്ചാൽ ഈ ലാർജ് ചേമ്പറില്ലേ, അവിടെ നമുക്ക് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ഹൈലി കംപ്രസ്ഡ് ഗ്യാസ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഇൻ ടു എ ലാർജ് വോളിയം. ഓക്കെ, എന്ത് സംഭവിക്കും? ആ ലാർജ് വോളിയത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി കൂളിംഗ് ഇഫക്റ്റ്. സോ ദിസ് ഫിനോമിന ഈസ് കോൾഡ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ഓക്കെ, ഈ എക്സ്പാൻഷൻ നടക്കുന്നത് അഡിയബാറ്റിക്കലി ആണെന്ന് ഓർക്കുക. ഒരു ടേം ഉണ്ട്, അഡിയബാറ്റിക്കലി. സോ ദ പ്രോസസ് ഹാപ്പൻസ് അഡിയബാറ്റിക്കലി. അഡിയബാറ്റിക്കലി എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഗ്യാസ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പാൻഡ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ഹീറ്റ് ഉള്ളിലേക്കും വരത്തില്ല, ഇതിൽ നിന്ന് ഹീറ്റ് പുറത്തേക്കും പോകില്ല. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രോസസ്സ് നടക്കുന്ന ചേമ്പറിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് ഉള്ളിലേക്കോ വരുന്നില്ലെങ്കിൽ, അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുകയാണ്? അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അഡിയബാറ്റിക്കലിയാണ്. ദാറ്റ് ഈസ് ഗ്യാസിനുള്ളിലുള്ള എനർജി പുറത്തേക്കും പോകുന്നില്ല, എക്സ്ട്രാ എനർജി ഗ്യാസിലേക്കും വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ജൂൾ തോംസൺ ഇഫക്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? When a gas under high pressure is allowed to expand into a large volume adiabatically, then cooling effect will be produced. അവിടെ എന്ത് സംഭവിക്കും? കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ജൂൾ തോംസൺ ഇഫക്റ്റ്. നമ്മുടെ റെഫ്രിജറേറ്റർ, AC തുടങ്ങിയ ഇതൊക്കെ സംഭവിക്കുന്നത് ഏകദേശം ഇത് ഈ പ്രിൻസിപ്പിളാണ്. അവിടെ നമ്മളൊരു ഒരു ഗ്യാസിനെ ഹൈലി കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യിക്കും. എക്സ്പാൻഡ് ചെയ്യിക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണ് എക്സ്പാൻഷൻ ഉണ്ടാക്കുക, അവിടെ എന്ത് ചെയ്യും? കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോസിറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ഇപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്ന പേരാണ് പോസിറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്. മനസ്സിലായാലോ? എങ്ങനെയാണ് ഈ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് നോക്കിക്കോ. ക്ലിയർ? അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്ക് ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഹൈലി കംപ്രസ്ഡ് ആണ്, വോളിയം വളരെ ചെറുതാണ്, ഹൈലി കംപ്രസ്ഡ് ആണ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഇടയ്ക്ക് ഒരു സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടിരുന്ന രണ്ടുപേരാണ്, ഇവർക്കിടയ്ക്ക് സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ രണ്ടുപേർക്കിടയിലുള്ള ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താലല്ലേ, അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്താലല്ലേ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പുറത്തിങ്ങനെ ദൂരേക്ക് പോകാൻ പറ്റുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഹൈ പ്രഷറാണ്, വോളിയം വളരെ കുറവാണ്. അവർ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ലാർജ് വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യിച്ചാൽ ഗ്യാസ് മോളിക്യൂൾസ് ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ദൂരേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. ഓക്കെ, അവർക്കിടയ്ക്കുള്ള ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അങ്ങനെ കൂടണമെങ്കിൽ ഈ പറഞ്ഞ രണ്ടുപേർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് ചോദിക്കും. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ. ഞാൻ പറഞ്ഞു പ്രോസസ്സ് അഡിയബാറ്റിക് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നമ്മൾ പുറമേ നിന്ന് എനർജി കൊടുക്കുന്നുമില്ല, അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എനർജി പുറത്തേക്കും പോകുന്നില്ല. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി എന്ത് ചെയ്യും? ഗ്യാസ് അവരുടെ കയ്യിൽ കുറച്ച് എനർജി ഉണ്ട്, നമ്മൾ അതിനെ കൈനറ്റിക് എനർജി എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യുന്നത്. സിൻസ് നോ ഹീറ്റ് ഈസ് സപ്ലൈഡ് ഫ്രം ഔട്ട് സൈഡ്, നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യണം. അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. ഓക്കെ, എക്സ്ട്രാ എനർജി പുറത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? കയ്യിലുള്ള സ്വന്തം എനർജി, ഗ്യാസ് മോളിക്യൂളിലെ എനർജി എടുത്തിട്ട് അവർ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ അട്രാക്റ്റീവ് ഫോഴ്സും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? പെട്ടെന്ന് കുറയും. ഓക്കെ, നമ്മൾ കൈനറ്റിക് തിയറിയിൽ ഒരു പോയിന്റ് പറഞ്ഞു, കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡയറക്റ്റ് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആക്ച്വലി കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇന്റേണൽ എനർജി എന്നൊക്കെ പറയുന്നത് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന തൽക്കാലം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, കൈനറ്റിക് എനർജി കുറയും, കറസ്പോണ്ടിംഗ്ലി ടെമ്പറേച്ചർ കുറയും. അപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കുറയണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി കുറയ്ക്കുക ചെയ്യണം ഈ എക്സ്പാൻഷൻ വഴി. അപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ടെമ്പറേച്ചർ കുറഞ്ഞു. പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? നൗ ദ ഗ്യാസ് ഈസ് കംപ്രസ്ഡ്. ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു ഫിനോമിനോട് ഒരു കാര്യം കൂടെ പറയാൻ പോവാം. ഈ ഗ്യാസ് ഹൈലി കംപ്രസ്ഡ് ആണ്. ആൻഡ് ദിസ് കംപ്രസ്ഡ് ഗ്യാസ് ഈസ് കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ T, ഇപ്പോൾ വിച്ച് ഈസ് സംവോട്ട് ഹൈ ടെമ്പറേച്ചർ. ഞാൻ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇച്ചിരി ഹൈ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, നമുക്കറിയാം ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലാണ്. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസിനെ ഞാനിങ്ങനെ ലാർജ് വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറേ കൈനറ്റിക് എനർജി കുറയും നമുക്കറിയാം. അങ്ങനെ കൈനറ്റിക് എനർജി കുറഞ്ഞ് നമുക്ക് എന്താ വേണ്ട, ടെമ്പറേച്ചർ കുറയാൻ വേണ്ട. പക്ഷേ ഇവിടെ സംഭവിച്ച് നോക്കിക്കോ, സിൻസ് ദ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, അവിടെ കൈനറ്റിക് എനർജി എക്സെപ്ഷൻ വളരെ വല്ലാണ്ട് കൂടുതലാണ്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത ശേഷവും അവരെ കൈനറ്റിക് എനർജി നല്ലോണം ഡിക്രീസ്, ടെമ്പറേച്ചർ കുറയ്ക്കത്തക്ക രീതിയിൽ കൈനറ്റിക് എനർജി കുറയണം എന്നില്ല. പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? ഗ്യാസ് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാലും ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, കുറയില്ല. അപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ദ കംപ്രസ്ഡ് ഗ്യാസ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. നമ്മൾ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേളിലാണെങ്കിൽ, ഇഫ് ദ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് എബോവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നോ കൂളിംഗ് ഇഫക്റ്റ് ഹാപ്പൻസ്. കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ആഫ്റ്റർ എക്സ്പാൻഷൻ ഇറ്റ്സ് ആൾസോ ദ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ വിൽ ബി സംവോട്ട് ഹൈ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എക്സ്പാൻഷൻ നടന്ന ശേഷം അവരുടെ കൈനറ്റിക് എനർജി കുറയില്ല, നല്ലവണ്ണം കുറയില്ല. അപ്പോൾ ഈ ഹൈ വെലോസിറ്റിയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് കൊളീഷൻ നടന്നിട്ട് അതിനകത്തുള്ള ദാറ്റ് ഈസ് ആ ചേമ്പറിനകത്തുള്ള ടെമ്പറേച്ചർ കൂടുക ചെയ്യുക. ഓക്കെ, എക്സ്പാൻഷൻ നടക്കുമ്പോൾ ആക്ച്വലി കൈനറ്റിക് എനർജി മസ്റ്റ് ബി ലോവേർഡ്. ഓക്കെ, അങ്ങനെ കൈനറ്റിക് എനർജി ലോവർ ആകുമ്പോൾ ടെമ്പറേച്ചറും കുറയും. ഇതാണ് നമ്മുടെ ബേസിക്കലി നടക്കേണ്ടത്. പക്ഷേ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേളിലാണെങ്കിൽ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നതിന് പകരം കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, സ്റ്റിൽ ഇറ്റ് വിൽ ബി സംവോട്ട് ഹൈ. അപ്പോൾ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആവും. അപ്പോൾ കൊളീഷൻസ് വളരെ ഫാസ്റ്റ് നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയുന്നതിന് പകരം ടെമ്പറേച്ചർ കൂടും. അവിടെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. നമ്മൾ തന്നെ നെഗറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് എന്താ വിളിക്കുക, കൂളിംഗ് ഇഫക്റ്റ് ഇസ് നോൺ ആസ് പോസിറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്. ഹീറ്റിംഗ് ഇഫക്റ്റ് എന്താ വിളിക്കുക, നെഗറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്. അപ്പോൾ ഈ രണ്ടും സംഭവിക്കുന്നത് ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. കംപ്രസ്ഡ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേളിലാണെങ്കിൽ കൂളിങ്ങിന് പോലെ എന്ത് ചെയ്യും, ഹീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ കൂളിംഗ് ഇഫക്റ്റ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ് ഉണ്ടാവും. സോ ദർ ഇസ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ above which negative Joule Thomson effect, below which positive Joule Thomson effect. പറയുന്നത് പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഈ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേളിലാണെങ്കിൽ കൂളിങ്ങിന് പകരം ഹീറ്റിംഗ് ഉണ്ടാവും. ആ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ആസ് ഇൻവേർഷൻ ടെമ്പറേച്ചർ TI. ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അബോവ് വിച്ച്, ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇസ് എ ടെമ്പറേച്ചർ അബോവ് വിച്ച് നെഗറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്, ദാറ്റ് ഈസ് ഹീറ്റിംഗ് ഇഫക്റ്റ്, ആൻഡ് ബിലോ വിച്ച് പോസിറ്റീവ് ജൂൾ തോംസൺ ഇഫക്റ്റ്, ദാറ്റ് ഈസ് കൂളിംഗ് ഇഫക്റ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഏത് ടെമ്പറേച്ചറിന് മേളിലാണോ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ല ഏത് ടെമ്പറേച്ചറിന് താഴെയാണോ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്, ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് inversion temperature, that is TI. In terms of van der Waals constant, inversion temperature is given by 2A by RB. ഇതാണ് ഒരു ഗ്യാസിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇൻ ടേംസ് ഓഫ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ TI is equal to 2A by RB. നമ്മളിത് മൂന്നാമത്തെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്, ഒരു ബോയിൽ ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ടെമ്പറേച്ചർ ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഈ മൂന്ന് അപ്പോൾ ശരി, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശരി, അപ്പോൾ നമ്മൾ ഈ മൂന്ന് ടെമ്പറേച്ചറിൻ്റെയും ഓർഡർ നോക്കിയാൽ, ദാറ്റ് ഈസ് ഇൻവേർഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ബോയിൽ ടെമ്പറേച്ചർ. എന്തായിരുന്നു ബോയിൽ ടെമ്പറേച്ചറിൻ്റെ ഫോർമുല? TB is equal to A by RB. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു
2 times of boil temperature. Okay, that is in Ti is equal to A by RB in the A by RB. That is inversion temperature is equal to 2 times of boil temperature. ഇനി എന്താണ് critical temperature? 8A by 27 RB. Okay, critical temperature boil temperatureനെക്കാളും കുറവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എ ബൈ ആർ ബിനെക്കാളും ലെസ് ആണ് 8A by 27 RB. അപ്പോൾ ഈ മൂന്ന് പേരെയും നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയാൽ ലീസ്റ്റ് വാല്യൂ ഏതാ? TC അല്ലേ? 8A by RB. അതിനേക്കാളും കൂടുതൽ ഹൈ ടെമ്പറേച്ചർ എന്തായി? A by RB. അതിനേക്കാളും കൂടുതൽ എന്തായി? TI. അപ്പോൾ ഓർഡർ ഓഫ് ടെമ്പറേച്ചർ ഇതാണെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലെസ് ദാൻ ബോയിൽ ടെമ്പറേച്ചർ ലെസ് ദാൻ ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പഠിച്ചു, എന്താണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? ഈ ഇൻവേർഷൻ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് വിചാരിക്കാം. ഒരു ഗ്യാസിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. നമ്മൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണേ. നമ്മളൊരു ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ എക്സ്പാൻഡ് ചെയ്യിച്ചു. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യിച്ചിട്ട് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക, ഗ്യാസ് മോളിക്യൂൾസിനിടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ഇഫ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഈസ് ഹൈ ദാറ്റ് മീൻസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നിങ്ങൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യിച്ചപ്പോൾ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടായി. ദാറ്റ് മീൻസ് ആ സ്ട്രോങ്ങസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി സ്പെൻഡ് ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ദെയർ കൈനറ്റിക് എനർജി വിൽ ബി ഡിക്രീസ്ഡ്. അപ്പം ലോജിക്ക് കിട്ടിയല്ലോ അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ സ്ട്രോങ്ങർ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യിച്ചാൽ തന്നെ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് എക്സെപ്ഷൻ വളരെ 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 വല്ലാണ്ട് കൂടുതലാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി കൈനറ്റിക് എനർജി സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കാം? ഡെഫിനറ്റ്ലി കൈനറ്റിക് എനർജി കുറയും, കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. പിടികിട്ടിയല്ലോ? അപ്പോൾ നമ്മളൊരു ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുമ്പോൾ, ലിക്വിഫൈ ചെയ്യുമ്പോൾ TCനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. അപ്പോൾ TC എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക? എനെ ഡിപ്പെൻഡ് ചെയ്യും. എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടും എന്ന് പറഞ്ഞു. എ ഇൻക്രീസ് ചെയ്താൽ ലിക്വിഫാക്ഷൻ ഈസി ആവും, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. എ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. ഇൻവേർഷൻ ടെമ്പറേച്ചർ വിൽ ഓൾസോ ഹൈ. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഇൻവേർഷൻ ടെമ്പറേച്ചറും ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ സ്ട്രോങ്ങർ ദി അട്രാക്ഷൻ, easier to liquefy. That is, the gas can be liquefied even at high temperature. Stronger the attraction, the gas can show positive Joule-Thomson effect even at high temperature. മനസ്സിലായല്ലോ? അപ്പോൾ എ കൂടുന്നതനുസരിച്ച്, ദാറ്റ് ഇസ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് അതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും കൂടും, ഇൻവേർഷൻ ടെമ്പറേച്ചറും കൂടും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Carbon dioxide can easily be liquefied because it has high critical temperature, low inversion temperature. Low inversion temperature, high. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാം. ഒരു ഗ്യാസിനെ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ മനസ്സിലാക്കേണ്ടത് അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈ എന്നാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആണെങ്കിൽ ദാറ്റ് ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് അതിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആണെങ്കിൽ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇറ്റ് ഷോസ് cooling effect, that is positive Joule-Thomson effect. അപ്പോൾ stronger the attraction, higher will be critical temperature, higher will be inversion temperature. ഓക്കെ, നമ്മളൊരു ഐഡിയൽ ഗ്യാസിനാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ഐഡിയൽ ഗ്യാസിനെ ഇങ്ങനെ Joule-Thomson ഇഫക്റ്റ് നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ടെമ്പറേച്ചർ കൊണ്ടുവന്നു എന്നിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യിച്ചു, കൂളിംഗ് ഇഫക്റ്റോ ഹീറ്റിംഗ് ഇഫക്റ്റോ ഉണ്ടാവുമോ? ഇല്ല. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ ആ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി that is kinetic energy യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഇറ്റ് ഷോസ് നെയ്തർ പോസിറ്റീവ് Joule-Thomson ഇഫക്റ്റ് നോർ നെഗറ്റീവ് Joule-Thomson ഇഫക്റ്റ്. അത് പോസിറ്റീവ് Joule-Thomson ഇഫക്റ്റും എക്സിബിറ്റ് ചെയ്യില്ല, നെഗറ്റീവ് Joule-Thomson ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യില്ല. ദർ ഇസ് നോ Joule-Thomson ഇഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ് സിൻസ് ദർ ഇസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഹൈഡ്രജനും ഹീലിയം എടുക്കുകയാണെന്ന് വിചാരിക്കാം.
hydrogen and helium. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, in the case of hydrogen and helium, since the size of gas molecule is very less, the attractive force between them has no significance. രണ്ടുപേരുടെ സൈസ് വളരെ കുറവാണ്. അപ്പോൾ സൈസ് കുറഞ്ഞത് കാരണം തന്നെ എന്ത് ചെയ്യും, ഇവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സിന് സിഗ്നിഫിക്കൻസ് ഇല്ലാണ്ട് വന്നു എന്ന് പറഞ്ഞു. അട്രാക്റ്റീവ് ഫോഴ്സിന് സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൂളിംഗ് ഇഫക്റ്റോ ഹീറ്റിംഗ് ഇഫക്റ്റോ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ദാറ്റ് ഈസ് ഇവരെ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ വെച്ചിട്ട് നിങ്ങൾ ദാറ്റ് ഈസ് റൂം ടെമ്പറേച്ചറിൽ നോർമൽ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഹൈഡ്രജനെയും ഹീലിയത്തിനെയും എക്സ്പാൻഡ് ചെയ്യിച്ചാൽ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നതിന് ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ദേ ഹാവ് low inversion temperature. They have very low inversion temperature because of the insignificance of the attractive force. Due to their very small size, attractive force has no, that is less significance. Attractive force in less significance ഉള്ളതുകൊണ്ട് തന്നെ room temperature അവർ heating effect ആണ് produce ചെയ്യുക during Joule-Thomson expansion, and they show cooling effect only at very low in temperature. That means they have very low inversion temperature. നമ്മൾ ലിക്വിഫാക്ഷനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിക്വിഫാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻഡ്രൂസ് ഐസോത്തോം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടേമാണ് നമ്മുടെ എന്താണ് ജൂൾ തോംസൺ ഇഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്യാസിനെ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും കൂടുതലായിരിക്കണം, ഇൻവേർഷൻ ടെമ്പറേച്ചറും കൂടുതലായിരിക്കണം. ദാറ്റ് ഇസ് ബേസിക്കലി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ജൂൾ തോംസൺ ഇഫക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ എൻട്രൻസിന് ബാക്കിയുണ്ട്. അപ്പം നമ്മളത് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.